ഈ നോമ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഒരുപാട് എല്ലാവരും നല്ല ഹെൽത്തി ആകും എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് നല്ല റീൽസിലും ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് തിരിച്ചാണ്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഹെൽത്തിയാണ് എന്ന് പറയാനുള്ള റീസൺ എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ച്വലി നമ്മളായി ഒരു നോമ്പിൽ നമ്മളെടുക്കുന്ന ഫാസ്റ്റിങ് അല്ലെങ്കിൽ നോമ്പെടുക്കുന്നത് കാരണം നമ്മൾ അൺഹെൽത്തി ആയിട്ട് എങ്ങനെ വരുന്നു എന്നുള്ള. കാരണം നമ്മൾ സാധാരണ ഹെൽത്തി ആണെന്ന് പറയുകയാണെങ്കിലും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് നോമ്പിന് മുന്നേ എല്ലാവരും പോയിട്ട് കൊളസ്ട്രോളിൻ്റെ മരുന്നൊന്ന് കൂട്ടിത്തരണം, ഷുഗറിൻ്റെ മരുന്നൊന്ന് കൂട്ടിത്തരണം, നോമ്പാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കേൾക്കുന്നുണ്ട്. അതുപോലെ ഓരോ കംപ്ലയിൻറ്റ്സ് കൂടുന്നതും കുറഞ്ഞു വരുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നത്, യഥാർത്ഥത്തിൽ ഫാസ്റ്റിങ്ങിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കുറച്ചൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് എനിക്ക് തരുന്നത് കേട്ടോ. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോമ്പെടുക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആകും എന്ന് പറയാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് ശരീരത്ത് പടച്ചോൻ തന്നെ ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഓട്ടോഫേജ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓട്ടോ എന്ന് പറയുമ്പോൾ സെൽഫായിട്ട്, ഫേജ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ക്ലീനിങ് പ്രോസസ്സായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നോമ്പെടുക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ എടുക്കുന്നത് 12 hours ആണല്ലോ നമ്മുടെ നോമ്പ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ലൈസോസോം എന്ന് പറയും, അതായത് ഒരു കോശത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കമ്പോണൻ്റാണ് ലൈസോസോം. ഇതിനകത്ത് കുറച്ച് ദഹിപ്പിക്കാൻ കഴിവുള്ള എൻസൈമുകൾ പടച്ചോൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പൊട്ടി പുറത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ക്ലീനിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് പൊട്ടി പുറത്തേക്ക് വന്ന് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു കാര്യം വേണം, അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടാനൊരു കാര്യം അവിടെ വേണം. അതാണ് നമ്മളിതിൽ ഫാസ്റ്റിങ് നോമ്പെടുക്കുക എന്ന് പറയുന്നത്. നോമ്പെടുക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ആദ്യം നമ്മൾ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജത്തിന് ആദ്യം നോമ്പെടുക്കുമ്പോൾ നമ്മൾ നടക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഊർജ്ജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മുടെ അന്നജത്തിൻ്റെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ പിന്നെ എടുക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ. അപ്പോൾ ശരിക്കും നമ്മൾ കറക്റ്റ് രീതിക്ക് നോമ്പെടുക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മെലിഞ്ഞൊന്ന് വരും. കാരണം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ലൈസോസോം ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബോഡീനെ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അതായത് ശരീരത്തിലുള്ള ഡെഡ് സെൽസുകൾ, അതുപോലെ എന്തെങ്കിലും കേടുപാടുള്ള സെൽസുകളൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഒരു കോശത്തിനകത്ത് എന്തെങ്കിലും പഴയ സ്റ്റോക്കോ പഴയ സെല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ക്ലീൻ ചെയ്ത്, നമ്മൾ റീസൈക്ലിംഗ് എന്നൊക്കെ പറയില്ലേ, അല്ലെ നനച്ചുലിപ്പണിയൊക്കെ നമ്മൾ ചെയ്തതാണല്ലോ അല്ലേ വീട്ടിൽ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിലും നനച്ചുലിപ്പണി ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ലൈസോസോമാണ്. ഓക്കെ, അത് തന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ ഇതുപോലത്തെ കോശങ്ങൾ നമ്മുടെ സെൽസിനകത്തുണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ലൈസോസോമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈസോസോമിനകത്തുള്ള എൻസൈമുകൾ വന്നിട്ട് ഇങ്ങനത്തെ കോശങ്ങൾ, ഡെഡ് സെൽസ്, ഡാമേജ്, അതുപോലെ മറ്റ് ബാക്ടീരിയ, വൈറസ് പോലുള്ള ഫംഗൈ ഒക്കെയുള്ള കോശങ്ങളെ ദഹിപ്പിച്ച് കളയലാണ് അവയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതുവഴി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും ചേർന്നുണ്ടാകുന്ന അവയവങ്ങൾ, ഇപ്പോൾ വയറായിരിക്കട്ടെ, ഹാർട്ടായിരിക്കട്ടെ, ലിവറായിരിക്കട്ടെ, ഇതൊക്കെ കുറച്ചും കൂടി പ്രതിരോധ ശക്തി കൂടും. ഓക്കെ, പ്രതിരോധ ശക്തി കൂടും ചെയ്യും. ഇമ്മ്യൂണിറ്റി, അതായത് നമ്മൾക്കുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി കൂട്ടി വരും, കൂടുതലായി വരും. പിന്നെ നമുക്കുണ്ടാകുന്ന നീർക്കെട്ടുകളുണ്ടല്ലോ, നീർക്കെട്ട്, അതുപോലെ അലർജി, വയറിൻ്റെ ബുദ്ധിമുട്ട്, ഇതൊക്കെ യഥാർത്ഥത്തിൽ കുറയേണ്ടതാണ്, അത് ബെറ്ററായി വരേണ്ടതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഈ ഓട്ടോഫേജി എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ഈ ഫാസ്റ്റിങ്ങിൽ നടക്കുന്നതും. അതുപോലെ നമുക്ക് ഹെൽത്തി ആണ് ഫാസ്റ്റിംഗ് എന്ന് പറയാനുള്ള റീസൺ. അപ്പം ഇത് നടക്കണമെങ്കിൽ മിനിമം നമ്മൾക്ക് 12 hours പറയുന്നുണ്ട്, 12 to 24 hours പറയുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ ഈ 12 hours എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ്, തുടർച്ചയായിട്ടല്ലേ നമ്മൾ നോമ്പെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 12 hours നമ്മൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ 12 to 13 hours നോമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോമ്പ് ബ്രേക്ക് ചെയ്യും, മഗ്‌രിബാകുമ്പോൾ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ അത്താഴത്തിനും കൂടി ഭക്ഷണം കഴിക്കും. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് 24 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിന് സംഭവിക്കുന്നത് സ്റ്റാർവേഷൻ തന്നെ പ്രോസസ്സ് വേണം. നമ്മൾ പട്ടിണി കെടുക്കുക എന്നുള്ള, വെറും പട്ടിണി കെടുക്കുക എന്നുള്ള പ്രോസസ്സ് പോകും. പക്ഷെ അത് ഒട്ടും ആരോഗ്യത്തിന് നല്ലതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഉപയോഗിക്കും. അത് ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് ഊർജം തീരെ കിട്ടാതെ പ്രയാസത്തിലോട്ട് പോകും. എന്ന് വെച്ചാൽ ഓരോന്നും ഭയങ്കര സ്ട്രെയിനിങ്ങിലോട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ 12 hour ആണെങ്കിലും എന്നിട്ട് നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഹീലിംഗ് നടക്കും നമ്മുടെ ശരീരത്തിൽ. കാരണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള നോമ്പ് നമുക്ക് ആക്ച്വലി വരുന്നത്. നോമ്പ് ഹെൽത്തിയാണ്. പക്ഷെ പിന്നെ എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികളൊക്കെ നോമ്പെടുക്കുന്നത് കാണുന്നുണ്ട് അല്ലേ? ഒരിക്കലും നമ്മൾ അത്താഴം ഒഴിവാക്കാൻ അനുവദിക്കരുത്. നിർബന്ധമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്താഴം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ആ സമയത്ത് കുറച്ച് ആഹാരം നമ്മൾ കഴിക്കണം. കുട്ടികൾക്കെല്ലാം കണ്ടെയ്നായ, അതായത് കാർബോഹൈഡ്രേറ്റ് പിന്നെ പ്രോട്ടീൻ എല്ലാം കണ്ടെയ്ൻഡ് ആയൊരു ആഹാരം കൊടുക്കുന്നത് നല്ലതാവും. കാരണം അവർ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പം അവർക്ക് എന്തായാലും നമ്മൾ അത്താഴം നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നോക്കണം. കാരണം ടൈം ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അവിടെ. അപ്പോൾ 12 hour എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതി. അപ്പോൾ കുറച്ചാണെങ്കിലും അത്താഴം കഴിക്കാൻ ശ്രമിക്കണം എല്ലാവരും. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം എടുക്കുന്നത് പോലെയല്ല, തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ അതിന് വ്യത്യാസം വേറെയാണ്. അവിടെ കറക്റ്റ് ഹീലിംഗ് പ്രോസസ്സ് നടക്കുകയും പിന്നെ ഹീലിംഗ് ബാലൻസ്ഡ് ആയിട്ട് ഇംബാലൻസ് ആയ രീതിക്ക്, അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ രീതിക്ക് പോകാതെ വീണ്ടും അത് നോർമൽ ഹീലിങ്ങിലോട്ട് പോകാൻ നമുക്ക് ഈ കറക്റ്റ് ഫുഡ് വേണം.